പയറിൻ്റെ വള്ളികൾ ഇതുപോലെ വെട്ടിമുറിച്ചിടുന്ന ജീവി ഏതാണെന്ന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ ഒരു ഊഹം പച്ചത്തുള്ളൻ, പച്ചക്കാള എന്നൊക്കെ പറയുന്ന നമ്മുടെ ഗ്രാസ് ഹോപ്പർ ആയിരിക്കണം എന്നാണ്. അതിന് മാത്രമേ ഇത്ര വള്ളികൾ വെട്ടിയിടാനുള്ള ശക്തി ഉണ്ടാവൂ എന്നാണ് ഞാൻ കരുതുന്നത്. പയറിൻ്റെ വള്ളി മാത്രമല്ല, പയറും വെട്ടിയിടുന്നുണ്ട്. ഇത് പക്ഷേ ഇപ്പോൾ വെട്ടിയതല്ല കേട്ടോ. അത് ആദ്യമൊക്കെ ഇതുപോലെ കുരുന്ന് പയറായിരുന്ന സമയത്താണ് വെട്ടുന്നത്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനത് പറിച്ച് കളയാറാണ്. കാരണം വേറെ ജീവി വെട്ടിയ പയർ എനിക്ക് പറിച്ച് തിന്നാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. പിന്നീട് ഞാൻ ഇതും കണ്ടില്ലേ, വെട്ടിയിട്ടിരിക്കണുണ്ടല്ലേ, ഇതിലും കുറച്ച് ദിവസം മുമ്പാണ് വെട്ടിയിരിക്കണേ. അപ്പോൾ വെട്ടാത്ത പയറും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ വെട്ടിയ പയർ അവിടെ തന്നെ നിർത്തി. ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഇത് വിത്തിനെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഒരെണ്ണം ഏകദേശം വിളഞ്ഞ് വിത്തിനെടുക്കാവുന്ന രൂപത്തിലായിട്ടുണ്ട്. ഒരെണ്ണം വിളഞ്ഞുകൊണ്ടിരിക്കണം, ഒരെണ്ണം തീരെ മൂപ്പ് കുറവാണ്. അപ്പോൾ ഇതിലൊരു 2-3 വിത്തൊക്കെ കിട്ടുമായിരിക്കും. എന്നാലും ഇത് നല്ലൊരു ഇനം പയറായതുകൊണ്ട് അധികം കാട് പിടിച്ച് വളരാതെ പയറുണ്ടാവുന്ന ഒരു ഇനമാണ്. പച്ചത്തുള്ളനോ മറ്റു ജീവിയോ വെട്ടിപ്പോകുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ഇതൊരു ഉപകാരപ്രദമായ ഇനമായതുകൊണ്ട് ഇതിൻ്റെ തലമുറ നിലനിർത്താൻ എനിക്കൊരാഗ്രഹമുണ്ട്. ഇത് കണ്ടില്ലേ, വേറെയും വള്ളികൾ വെട്ടിയിട്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ചെന്നാലും കാണും ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുന്നത്. ഇതുവരെ വികൃതി കാണിക്കുന്ന ജീവിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ പച്ചത്തുള്ളൻ ഞാൻ ശ്രദ്ധിച്ചിരിക്കണേ, ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. മിക്കവാറും രാത്രിയായിരിക്കും പണിയെടുക്കണമെന്ന് തോന്നുന്നുണ്ട്. പകൽ ഞാൻ നോക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ ഒരെണ്ണം കാണും. അത് ചിലപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കും. നമ്മളെ കണ്ട ഉടനെ അത് പറന്നു പോവും, അല്ലെങ്കിൽ ചാടിപ്പോവും. അപ്പോൾ പുൽച്ചാടി എന്നും അതിനൊരു പേരുണ്ടല്ലോ, പല പല പേരിൽ അറിയപ്പെടുന്ന ഒരു ജീവിയാണത്.